നമസ്കാരം. 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാൽഭാഗം 25 വർഷങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 2025 വിട പറഞ്ഞു. ഒട്ടേറെ പ്രതീക്ഷകളോടെ 2026 പിറന്നിരിക്കുന്നു. 2026 തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ്. കേരളം, അയൽ സംസ്ഥാനമായ തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾ ആണ് 2026 വിധി എഴുതാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനം നമ്മൾ ഉറ്റുനോക്കുന്ന കേരളം തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച എന്ന ചരിത്ര നേട്ടം ഇടതുമുന്നണിക്ക് കൈവരിക്കാൻ സാധിക്കുമോ? UDF തിരിച്ചു വരുമോ? NDA കരുത്ത് കാട്ടുമോ? ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഈ 5 സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ 5 സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയം 5 രീതികളിൽ എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ DMK നേതൃത്വം നൽകുന്ന സർക്കാർ സംവിധാനം ആണ് ഉള്ളത്. അവിടെ അണ്ണാ DMKയും BJPയും ഉൾപ്പെടെയുള്ളവർ കരുത്ത് കാട്ടാനുള്ള ശ്രമത്തിൽ ആണ്. പുതുച്ചേരിയിലേക്ക് എത്തുമ്പോൾ NR കോൺഗ്രസും ഒപ്പം BJPയും കൈകോർത്തുകൊണ്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. പശ്ചിമ ബംഗാളിൽ ആകട്ടെ ദീദിയുടെ ഭരണ തുടർച്ചയാണോ ഇനിയും ഉണ്ടാകാൻ പോകുന്നത്? BJP ഇപ്പോഴേ കരുക്കൾ നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. അസമിൽ BJPയാണ് നേതൃത്വം നൽകുന്നത് ഭരണത്തിന്. അവിടെ തിരിച്ചുവരവിനുള്ള ശ്രമം ആണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2026 രാഷ്ട്രീയം ആരെ തുണയ്ക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് 10 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.